അപ്പോൾ നമ്മുടെ പാവയ്ക്ക ക്യാരറ്റ് പിക്കിളൊക്കെ റെഡി ആയിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു പാവയ്ക്ക കൊണ്ടൊരു പിക്കിളാണ്. ഞാനും വലിയ പിക്കിൾ പ്രേമി അല്ലെങ്കിലും ഈ പാവയ്ക്കയും ക്യാരറ്റും ഒക്കെ ഇട്ടുള്ള പിക്കിൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചോറുണ്ടെന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു പ്രചോദനം വരും. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഈ പാവയ്ക്ക എനിക്കിവിടെ ഉണ്ടായി കിട്ടിയത് കൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം. അപ്പോൾ ഞാൻ ഓർത്തു ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പാവയ്ക്ക പിന്നെ കുറച്ച് വെളുത്തുള്ളി ഏറെ എടുത്തിട്ടുണ്ട്. ഈ മുളകും ഇതുപോലെ എനിക്കിവിടെ ഉണ്ടായി കിട്ടിയതാണ്. അപ്പോൾ അതും ഇതിനകത്തേക്ക് കുറച്ച് മുളക് ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് പിക്കിളിടാം, അപ്പോൾ അത് കഴിക്കുകയും ചെയ്യാമല്ലോ. കറിവേപ്പില, അതുപോലെ കുറച്ച് ഒരു 3-4 ക്യാരറ്റ് എടുത്തു. അതിന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമെന്നാണ്. 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു പാത്രം വെച്ചിട്ടുണ്ട് ചൂടായി. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ നല്ലെണ്ണ വേണമെങ്കിൽ അത് ഒഴിക്കാം. ഇതിപ്പോൾ നല്ലെണ്ണയല്ല, വെജിറ്റബിൾ, ഇതൊക്കെ ഓൺ ഓയിലാണ്. അതൊഴിച്ചു കൊടുക്കാം. അത് ചൂടാവുന്നതിനോടൊപ്പം നമുക്ക് ചൂടായി കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പാവയ്ക്ക വെളുത്തുള്ളി ഇതെല്ലാം ഡയബറ്റിക്കുകാർക്ക് നല്ലതാണ്. കൊളസ്ട്രോളിന് വെളുത്തുള്ളിയൊക്കെ ഒത്തിരി നല്ലതല്ലേ. കാന്താരി മുളകും അതുപോലെ. അപ്പോൾ ഇത് നല്ലൊരു പിക്കിളാണ്. അപ്പം അതിലേക്ക് നമുക്ക് കടുകും കൂടെ ഇട്ട് കൊടുക്കാം. എണ്ണ ഇച്ചിരിയോടെ ഒന്ന് ചൂടാവണമായിരുന്നു. അതോടൊപ്പം കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി അതിലേക്ക് നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കോ കുറയുന്നതിലും നല്ല കൂട്ടി ഇടുന്നത് നല്ലതാണ്. വെളുത്തുള്ളി എപ്പോഴും നല്ലതാണ്. ഇതൊക്കെ ഒത്തിരി അങ്ങ് വഴന്നു പോകണ്ട, വെന്ത് പോകണ്ട. അപ്പോൾ ഇതോടൊപ്പം നമുക്ക് പാവയ്ക്കയും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്നും ചൂടായാൽ മാത്രം മതി. ഇതിനകത്തേക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. പാവയ്ക്ക ക്യാരറ്റും കൂടെ ഇടാം. എല്ലാം നല്ലപോലെ ഒന്ന് ചൂട് കയറട്ടെ. എല്ലാം കൂടെ ഒന്ന് ഇളക്കി അല്പം ഉപ്പ് പൊടി കൂടെ തൂവിയിട്ട് ഒന്ന് ഇളക്കി. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് അല്പസമയം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഒന്ന് ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിലിരുന്നാൽ മതി. നമ്മുടെ പാവയ്ക്കയൊക്കെ ഒന്ന് വാടുന്ന സമയം കൊണ്ട് നമ്മുടെ ഇന്നത്തെ ദൈവവചനം എന്തെന്നും കൂടെ ഒന്ന് ചിന്തിക്കാം. എബ്രായറിൻ്റെ 8:12 ദൈവവചന പ്രകാരം പറയുന്നു, ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും, ഞാൻ അവരുടെ അകൃത്യങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഈ ദൈവം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ പാപങ്ങളെല്ലാം ആഴിയുടെ ആഴത്തിലേക്ക് എറിഞ്ഞു കളയും. എത്രമാത്രം കരുണ നമ്മളോട് കാണിക്കുന്ന ദൈവമാണ്. പക്ഷേ നമ്മുടെ പാപങ്ങൾ കർത്താവിനോട് തന്നെ ഏറ്റുപറയുകയും ചെയ്യണം. മനുഷ്യർ നമ്മുടെ പാപങ്ങളെ ഓർക്കും. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ മനുഷ്യർ പറഞ്ഞുകൊണ്ട് നടക്കും. നമ്മൾ മരിച്ചു പോയാലും കൂടെ അവർ ആ കുറ്റങ്ങൾ പറയും. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങളെ ഒന്നും കണക്കിടുകയില്ല. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന ഒരു മക്കളെയും കർത്താവ് ഉപേക്ഷിക്കില്ല. അത്രമാത്രം കരുണ നമ്മളോട് കാണിക്കുന്നതാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് മരിച്ചതും അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ കർത്താവിനെ ഇങ്ങനെ അടുത്തറിഞ്ഞിട്ടില്ല എങ്കിൽ, രുചിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ
ആരെങ്കിലും ഇന്ന് പാപത്തിൻ്റെ അധീനതയിൽ കിടക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ഈ പാപങ്ങളെ ക്ഷമിപ്പാൻ തക്കവണ്ണം മതിയായവനാണ്. കർത്താവിനോട് പാപങ്ങളെ ഏറ്റുപറയുക, പാപക്ഷമ പ്രാപിക്കുക, നിത്യത പ്രാപിക്കുക. അതിന് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വിനാഗിരി ഒരുപാട് ആസിഡിറ്റി ഉള്ളതല്ല, ഒത്തിരി ആസിഡിൻ്റെ അംശമുള്ളതല്ല. അപ്പോൾ അത് ഞാൻ ചെറിയ പാത്രത്തിലേക്ക് പകർന്നു വെച്ചതാണ്, വലിയ ക്യാനിലാണ്. അപ്പോൾ ആവശ്യത്തിനുള്ളത് ഒരുപാട് വേണ്ട, അതിന് പതിയെ ഒന്ന് നേർക്ക വരത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിനി അത് ചെറുതീയിൽ ഒന്നും കൂടെ ഒന്ന് വാടി വന്നാൽ മതി. ഒത്തിരി കുഴഞ്ഞു പോകാതെ നമ്മൾ ഇതിട്ടേച്ച് അതിലെ ഇലയും പോയിട്ടുണ്ടെങ്കിൽ ഇത് വെന്ത് പോയാൽ കൊള്ളില്ല. അതിൻ്റെ ആവശ്യത്തിന് ഇനി ഉപ്പും എല്ലാം നോക്കിയിട്ട് നമ്മൾ നോക്കി നിന്നുകൊണ്ട് തന്നെ അതിനെ വാങ്ങിയെടുക്കണം. അപ്പം ഇതുപോലെ എല്ലായിടും നന്നായിട്ട് തിളച്ച് ഇങ്ങനെ ഒന്ന് വന്നു കഴിയുമ്പോൾ 1-2 മിനിറ്റ് തിളച്ചാൽ മതി. ഞാൻ ഇത് ഓഫ് ചെയ്യാൻ പോവുക. ഒത്തിരി വെന്ത് പോവില്ല. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്ത് നമുക്ക് കുപ്പികളിലേക്ക് പകർത്തി ആറിക്കഴിയുമ്പോൾ പകർത്തി വയ്ക്കുമോ അല്ലെങ്കിൽ ചൂടോടെ വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഓക്കെ, അപ്പം നമുക്കിനി ഇതിനെ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക ക്യാരറ്റ് പിക്കിളൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വയറ് നിറച്ച് ചോറുണ്ണാനുള്ള പിക്കിളാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവരൊക്കെ ഉണ്ട്, എനിക്കറിയാം. എന്നാലും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അതേപോലെ ചെയ്തു നോക്കുക. ഇനി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും വരെയും കർത്താവിൻ്റെ വിസ്താരമറിയ ചെറുകിടയിൽ നമ്മെ എവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.